സൈറ്റ് ടീച്ചർ, നിലമ്പൂർ മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. നമ്മുടെ നാടിനെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ നമ്മളെല്ലാവരും ഒരുമിച്ച് അണിനിരക്കേണ്ട കാലമായിരിക്കുന്നു. ലഹരിക്കെതിരെ ക്യാമ്പയിനിൽ ഞാനും അണിചേരുന്നു. ആസിഫ് മമ്പാടാണ്. ഷെയ്ഖിന ടിവിയുടെ ലഹരിക്കെതിരെ ഉള്ള ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവുന്നു. ഇതിനെല്ലാ പിന്തുണയും അർപ്പിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ പൈസ മേടിച്ചും വീടുകളിൽ ലേറ്റായി വരും, ചൂടായി കഴിഞ്ഞാൽ ഇവർ ഒരു ദിവസം ഭക്ഷണം കഴിക്കില്ല എന്ന് പേടിച്ചിട്ട് മാതാപിതാക്കൾ ഇവരെ ഫോഴ്സ് ചെയ്യില്ല. കാരണം അവരുടെ സ്നേഹം മൂത്തുകയുണ്ട്. ഇത് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രീ ടൈമോ അവരൊന്നും മുഖം കറുപ്പിച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ വിട്ടു കുഴപ്പമില്ല എന്ന് പറയും. ഇതുകൊണ്ട് ഈ പണവും കാര്യങ്ങളും ഇവർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇറങ്ങുന്നത്. വിദ്യാർത്ഥികളുടെ അവരുടെ പുസ്തകങ്ങളായാലും അവരുടെ ബാഗുകളായാലും മാതാപിതാക്കൾ തുറന്ന് പരിശോധിക്കുക തന്നെ ചെയ്യാം. അത് അവരുടെ പ്രൈവസി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതാക്കുന്നുണ്ടെങ്കിലും ഒരു തവണ അത് പ്രശ്നം ഉണ്ടാവുള്ളൂ. ഒരു ദിവസം അവൻ പട്ടിണി കിടക്കും, പിറ്റത്തെ ദിവസം അവൻ നന്നായിക്കോളും. അപ്പം നമ്മളെ പിന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അറിയുന്നതാണ്. ഓരോരോ അധ്യാപകരാണെങ്കിലും സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരാണെങ്കിലും കയ്യിൽ നിന്ന് പോയി എന്നുള്ള രൂപത്തിലാണ്. പിന്നെ മാനസികമായിട്ട് അവർ ചികിത്സിക്കുമ്പോൾ ഇത് ലേശം കൊടുത്തുകൊണ്ടാണ് ചികിത്സിക്കാൻ പറ്റുന്നത്. അമ്മാരുടെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആൺകുട്ടികളെന്നില്ല പെൺകുട്ടികളെന്നില്ല. പെൺകുട്ടികളെ മറ്റു പല രീതിയിലുമാണ് ഇവർ ദുരുപയോഗം നടത്തുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ മാതാപിതാക്കളുടെയും മറ്റും പിന്തുണ ഇല്ലാതെ സർക്കാരിനെയും പോലീസിനെ മാത്രം വഹിച്ചുകൊണ്ട് ഒരു ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ നടക്കില്ല. അവരവരുടെ മക്കൾ, കാരണം സർക്കാരിന് ഇവിടെ 3.5 കോടി ജനങ്ങളുണ്ട്. പോലീസുകാർക്ക് 50,000 പോലീസുകാരാണ് കേരളത്തിലുള്ളത്. ഒരു അച്ഛനും അമ്മക്കും ഇപ്പോൾ 2-3 കുട്ടികളുള്ളത്. ഈ 2-3 കുട്ടികൾ സ്വന്തം അച്ഛനും അമ്മക്കും നോക്കാൻ പറ്റിയില്ലെങ്കിൽ സർക്കാരിനെയും പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അവരുടെ മക്കളെ അവരുടെ മാതാപിതാക്കൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം തന്നെ ഈ പ്രശ്നങ്ങൾ തീരുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ എല്ലാം പിന്നിലാകട്ടെ, അല്ലെങ്കിൽ ഈ അക്രമസംഭവങ്ങളുടെ എല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതിൽ ഏറിയ പങ്കും കുട്ടികളാണെന്നുള്ള കാര്യവും ഇതിൻ്റെ മൂല കാരണം ചെന്ന് എത്തി നിൽക്കുന്നത് ലഹരി മരുന്നിൻ്റെ ഉപയോഗമാണെന്നുള്ള കാര്യവും നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ലഹരി മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആവിഷ്കരിച്ച ഒരു സമ്പ്രദായമാണ് വിമുക്തി. പല ജില്ലകളിലും ഇന്ന് വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല. ഈ ലഹരി കച്ചവടം നടത്തുന്ന ആളുകളെ കണ്ടുപിടിച്ചത് മുതിർന്നവരോ കുട്ടികളോ ആരുമാകട്ടെ, രാഷ്ട്രീയത്തിൻ്റെയോ കൊടിയുടെയോ നിറം നോക്കാതെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ച് കർക്കശ ശിക്ഷ ഉറപ്പാക്കുവാൻ വേണ്ട നടപടികൾ നമ്മുടെ പോലീസും എക്സൈസ് വകുപ്പും സ്വീകരിക്കണം. മറ്റൊന്നായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ അധ്യാപകർക്ക് പഴയ വടി തിരിച്ചു കൊടുക്കണം. അധ്യാപകരുടെ കയ്യിൽ നിന്ന് എന്ന് ആ വടി മാറ്റിയോ അന്ന് തുടങ്ങിയതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഈ പോക്ക്, അല്ലെങ്കിൽ അതിൻ്റെ പരിണത ഫലമാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം അനുഭവിക്കുന്നത്. മണലോടി സ്വദേശിയാണ്. ഷെയ്ഖിന ടിവിയുടെ ലഹരി മുക്തിക്കെതിരെയുള്ള ഈ ക്യാമ്പയിനിൽ ഞാൻ പങ്കാളി ആവുന്നു. മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഈ വിഷയം തിരഞ്ഞെടുത്തതിൽ ഞാൻ അതിന് സന്തോഷിക്കുന്നു. കാരണം നമ്മുടെ ലഹരി മുക്തിക്കെതിരെ നമ്മളും നമ്മുടെ നാട്ടുകാരും പോലീസുകാരും വ്യാപാരികളും എല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളെ ഈ ലഹരി മുക്തിക്കെതിരെയുള്ള നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ പേര് യൂനിസ് എന്നാണ്. ഞാൻ നിലമ്പൂർക്കാരനാണ്. ഷെയ്ഖിന ടിവിയുടെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും നേരാണ്. കൂട്ടായ്മയോട് തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ എക്സൈസിനോ അല്ലെങ്കിൽ പോലീസിനോ മാത്രം ഈ ഒരു ലഹരി തടയാനാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എല്ലാ മേഖലയിലും എല്ലാ ആളുകളും, സന്നദ്ധ പ്രവർത്തകരും, ക്ലബ്ബുകൾ, മതസംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിച്ച് പഴയ രീതിയിലുള്ള ഒരു കേരളം തന്നെ തിരിച്ചുപിടിക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് റെജി പാലത്താനം, പൂക്കോട്ടുംപാടം. ഷെയ്ഖിന ടി വി ചാനലിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പയിന് ഞാനും കണ്ണിയാകും. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഏറെ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മളിലും അത് കൂടുതൽ അറിയാനുള്ള ഒരു ആഴമായിട്ടുള്ള ഒരു ചിന്താഗതിക്ക് കാരണമാകട്ടെ. എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ കാണാൻ കഴിയുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട് പല കുടുംബങ്ങളും തകർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇതിനെതിരെ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരു ബോധവൽക്കരണം നടത്തി നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും ഒരുപോലെ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാകുന്നു.
അതിന് ഷെയ്ഖാന ന്യൂസ് ചാനൽ കാണിക്കുന്ന ഈ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് അറിയിക്കുന്നു. ഞാൻ ദീപ്തി ജേക്കബ് ചുങ്കത്തറ. പ്രിയരെ, ജീവിതം ഒരു സമ്മാനമാണ്. ലഹരി അതിനെ നശിപ്പിക്കും എന്ന ബോധ്യമാണ് നമുക്ക് ആദ്യം വേണ്ടത്. ലഹരിയിലല്ല നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത്, മറിച്ച് നല്ല ആരോഗ്യമുള്ള മനസ്സിലും ശരീരത്തിലുമാണ്. വിനോദത്തിനായിട്ടാണ് ഓരോരുത്തരും ലഹരി ഉപയോഗം തുടങ്ങുന്നത്. പക്ഷെ അത് കൊണ്ട് എത്തിക്കുന്നത് അടിമത്തത്തിലേക്കാണ്. ഒരു വ്യക്തിയുടെ കുടുംബജീവിതം, തൊഴില്, സാമൂഹ്യ ജീവിതം, വിദ്യാഭ്യാസം എന്നതിനെല്ലാം അത് ദോഷകരമായി ബാധിക്കുന്നു. സന്തോഷം ലഹരിയിലൂടെ അല്ല, മറിച്ച് നല്ല ജീവിതശൈലിയിലൂടെയാണ് എന്നതാവണം നമ്മുടെ ലക്ഷ്യം.